السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ത്വയ്ബ മസ്ജിദ് കൃഷ്ണാപുര ഉസ്താദ് ഫാറൂഖ് സഖാഫി കണ്ണങ്കാർ, അദ്ദേഹത്തിനിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ വളരെയേറെ അഭിനന്ദിക്കുന്ന ആ ഉസ്താദിനെയാണ് SMA അഭിനന്ദിക്കേണ്ടത്. ആ ഉസ്താദിനെയാണ് ജമിയത്തുൽ ഉലമ അഭിനന്ദിക്കേണ്ടത്. ആ ഉസ്താദിനെയാണ് സുന്നി സംഘടന അഭിനന്ദിക്കേണ്ടത്, അഭിമാനിക്കേണ്ടത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഞാൻ വളരെയേറെ അഭിമാനം കൊള്ളുന്നു. മാത്രമല്ല, ആ ഉസ്താദ് എവിടെ കണ്ടാലും ഞാൻ കൈ ചുംബിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിത്തടം ചുംബിക്കും. വളരെ നല്ല വ്യക്തിയാണ്. ഈ ആധുനിക കാലഘട്ടം ഡാഷിന്റെ മോനെ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഡാഷിന്റെ മോനെ എന്ന് മറുപടി പറയുന്ന കാലം, കൊലക്ക് ഡബിൾ കൊല എന്ന് പറയുന്ന കാണിക്കുന്ന കാലം, അടിക്ക് തിരിച്ചടി കൊടുക്കുന്ന കാലം, ഇങ്ങനെ ഫിത്നകളും ഫസാദുകളും വാശികളും കൊലകളും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാതൃകായോഗ്യമായ ഒരു ഉസ്താദ് ഉണ്ടാവുക എന്നുള്ളത്, ഈ ഉസ്താദിനെയാണ് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ട് അഭിനന്ദിക്കേണ്ടത്. അദ്ദേഹത്തിനിക്ക് അടി കിട്ടിയത് കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, പെണ്ണു കുടിച്ചതിന്റെ പേരിലല്ല, കഞ്ചാവ് വലിച്ചതിന്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന ചെറിയ മക്കൾ ഖുർആൻ ഓതണം, എഴുത്ത് അറിയണം, നിസ്കാരം പഠിക്കണം, ഫിഖ് മസല പഠിക്കണം, നീ കളിക്കരുത്, നിന്റെ ജീവിതം പാഴാക്കരുത്, നീ കഞ്ചാവുകാരനാകരുത്, കള്ളുകുടിയനാകരുത്, നീ ഒരു ഇസ്ലാമിന്റെ സംസ്കാരമുള്ള മോനാകണം എന്ന മനസ്സിലുള്ള ഒരു ഈമാനികമായ മോഹം കൊണ്ട് അദബ് പഠിപ്പിക്കാൻ വേണ്ടി 1-2 അടി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനിക്ക് സമുദായത്തിന്റെ മുമ്പിൽ അപമാനിക്കേണ്ടതും അടി കിട്ടേണ്ടതും വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹം മാപ്പു ചെയ്യുകയും അദ്ദേഹം ക്ഷമിച്ചു നിൽക്കുകയും ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് അമ്പിയാക്കന്മാരുടെ മാതൃക, അതാണ് സ്വാലിഹീങ്ങളുടെ മാതൃക, അതാണ് വേണ്ടത്, സൽസ്വഭാവം. ആ ഉസ്താദ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പെരടിക്കും തലക്കും തുടർച്ചയായി ഉസ്താദുമാരുടെയും നാട്ടുകാരുടെ മുമ്പിലും അടി കൊടുത്തപ്പോ അദ്ദേഹത്തിനിക്ക് മാത്രമല്ല ചീത്ത വിളിക്കുകയും ചെയ്തു, സ്ത്രീയെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഉസ്താദ് ഒരൊറ്റ അക്ഷരം പോലും തിരിച്ച് ചീത്ത പറഞ്ഞില്ല. തിരിച്ചടിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനിക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിനിക്കുള്ള താക്കത്തും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനിക്ക് എന്നും ആക്ഷേപിക്കാനുള്ള ചീത്ത പറയാനുള്ള കഴിവും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കൈവിരൽ അനക്കാതെ അദ്ദേഹത്തിന്റെ ദ്വേഷത്തെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് അഭിനന്ദിക്കേണ്ടത്, അതാണ് സന്തോഷിക്കേണ്ടത്. അമ്പിയാക്കന്മാരുടെ മാതൃക അതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ആ ഉസ്താദിനിക്ക് ശരിക്കറിയാം, പ്രവാചകന്മാരുടെ ശൈലി ശരിക്കറിയാം, ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിനിക്ക് അറിയാം. അദ്ദേഹം നേരിട്ടത് അടി കിട്ടിയത് ഏതെങ്കിലും കള്ളു കുടിച്ചതിന്റെ പേരിലോ പെണ്ണു പിടിച്ചതിന്റെ പേരിലോ ഒന്നുമല്ല. ചെറിയ പിഞ്ചു ശിഷ്യനാകുന്ന കുട്ടി നല്ലാകണം, നിസ്കാരമുള്ളവനാകണം, ഖുർആൻ പഠിക്കണം. അതിനു വേണ്ടി കുരുത്തക്കേടിന്റെ പേരിൽ 2 അടി കൊടുത്തത്, ആ അടി കൊടുത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിനിക്ക് ഈ തിരിച്ചടി കിട്ടിയത് എങ്കിൽ അദ്ദേഹം ക്ഷമിച്ചു നിന്നു, ഒരൊറ്റ അക്ഷരം പോലും മുണ്ടിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താണ്? ലൈസ ശദീദു ബിസ്സുറാ, അടിക്ക് തിരിച്ചടി കൊടുക്കുന്നവനല്ല ശക്തൻ, ഇന്നമ ശദീദു
ആരാണ് ധൈര്യശാലി, ആരാണ് ശക്തൻ, ആരാണ് ധീരൻ? അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദ്വേഷം വരുന്ന സമയത്ത് തിരിച്ചടി കൊടുക്കാനുള്ള എല്ലാ കഴിവും ചങ്കൂറ്റവും ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തെ ക്ഷമിച്ച് പിടിച്ചു നിർത്തിയവരാണ് ശക്തൻ, ധീരൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ഹദീസ് ഉസ്താദ് എനിക്ക് ശരിയായിട്ടറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബ്ഹാനല്ലാഹ് എത്ര അക്രമങ്ങളാണ് നേരിട്ടത് ശത്രുവിന്റെ ഭാഗത്തില് ദീനി പ്രചരണത്തിന് വേണ്ടി, എത്ര കൊലവിളികളാണ് നേരിട്ടത്, എന്തെല്ലാം വാക്കുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് കല്ലേറുകൊണ്ട് അവിടത്തെ ശരഫാക്കപ്പെട്ട മുഖത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് തടകിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചത് അവർ നശിക്കട്ടെ എന്നല്ല, അവർ പരാജയപ്പെടട്ടെ എന്നല്ല, അവർ എല്ലാം ഭൂകമ്പം കൊണ്ട് നശിക്കട്ടെ എന്ന് ശാപം വെച്ചതല്ല, മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ഈ ഉസ്താദിനിക്ക് ശരിക്കും അറിയാം എന്താണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, എന്റെ സമുദായത്തിനിക്ക് നീ വിട്ടുപൊറുക്കണമേ അല്ലാഹ്. അവർ എന്നെ ആക്ഷേപിക്കുന്നത്, എനിക്ക് കല്ലെറിയുന്നത്, എനിക്കെതിരെ വധഭീഷണി നടത്തുന്നത് അവർ വിവരമില്ലാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് ആ പാവപ്പെട്ട സമുദായത്തിനിക്ക് നീ വിട്ടുപൊറുക്കണമേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ സംസ്കാരം ബഹുമാനപ്പെട്ട ഫാറൂഖ് സഖാഫി ഉസ്താദിനിക്ക് ശരിക്കറിയാം. അതുകൊണ്ടാണ് മനസ്സിൽ ദേഷ്യത്തിനെ കടിച്ചു നിർത്തിക്കൊണ്ട് സബർ നൽകിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്ഇൻ ഇല്ലാ ഇസ്സാ. അല്ലാഹു തആല ഒരു അടിമ മാപ്പ് ചെയ്തു കൊടുത്താൽ അവന്റെ ഇസ്സത്ത് അല്ലാഹു തആല ഉയർത്തുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലേ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യർഹമുല്ലാഹു മൂസ, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എനിക്ക് അക്രമം നൽകിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ മൂസാ നബിക്ക് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ആ മൂസാ നബി ക്ഷമിച്ചിരിക്കുന്നു, മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങള്. അതുകൊണ്ട് നോക്ക് നിങ്ങള്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുകയും മുമ്പിൽ നേരിട്ട് ആക്ഷേപിക്കുകയും ചെയ്തപ്പോ റളിയല്ലാഹു അൻഹു വാല് ഊരിപ്പിടിച്ചുകൊണ്ട് നബിയെ എനിക്ക് സമ്മതം തരുവരെ തലവെട്ടാം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ഖുദിൽ അഫ്വ, മാപ്പ് ചെയ്തു കൊടുക്കുമറേ. അവര് നീ തിരിച്ച് ആക്രമിക്കുന്നതിന് പകരം അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കുക, എന്നിട്ട് നന്മ കൊണ്ട് കൽപ്പിക്കുക. ആരെങ്കിലും വിവരമില്ലാത്ത ആളുകള് എന്തെങ്കിലും ആക്ഷേപിച്ചാൽ, എന്തെങ്കിലും ആക്രമിച്ചാൽ അവരെ നീ പിന്തിരിഞ്ഞു കളയ്, അതിനെ നീ കണക്കിലെടുക്കണ്ട എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ഉസ്താദിനിക്ക് ശരിക്കും അറിയാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ ഉസ്താദിനിക്ക് തിരിച്ചടിക്കാത്തതിന്റെ പേരില്, ആക്ഷേപിക്കാത്തതിന്റെ പേരില്, തിരിച്ചുവൊന്നും ചെയ്യാത്തതിന്റെ പേരിൽ സമുദായത്തിൽ അഭിമാനവും അന്തസ്സുമാണ് ആ ഉസ്താദിനിക്ക് ലഭിച്ചത്. ആ ഉസ്താദിനെയാണ് ആദരിക്കേണ്ടത്, ആ ഉസ്താദിനെയാണ് ബഹുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയാൽ അദ്ദേഹത്തിന്റെ കൈയും അദ്ദേഹത്തിന്റെ നെറ്റിത്തടം ഞാൻ ചുംബിക്കുക തന്നെ ചെയ്യും. കാരണം ഈ കാലഘട്ടം അടിക്ക് തിരിച്ചടി കൊടുക്കുന്ന കാലമാണ്, അല്ലെങ്കിൽ കേസിൽ കൊടുക്കുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം വോയിസുകളാണ് ഉസ്താദുമാർക്ക് സപ്പോർട്ടായിട്ട് തന്നെ സംസാരിക്കുന്നത്. പക്ഷെ അത് സമുദായത്തിന്റെ മുമ്പിൽ പറയേണ്ടതല്ല. അമ്പിയാക്കന്മാരുടെ ചരിത്രം അങ്ങനെയല്ല, മഹാന്മാരുടെ ചരിത്രം അങ്ങനെയല്ല. മറിച്ച് ദീനിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ചിട്ടുള്ളത് ചരിത്രങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് അടിച്ചവർക്ക് ഷൂട്ടാക്കണം, ജയിലിലടക്കണം, കഠിനമായ ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലത്
ചെയ്യേണ്ടത് അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്ത് അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക, അവരുടെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അതേ സമയത്ത് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം കുട്ടികൾക്ക് അവരുടെ ഉമ്മയും ബാപ്പയും അടിക്കുമ്പോ അവർക്ക് വേദനയാകുന്നില്ല. ഒരു അടി കൊടുക്കുന്നുണ്ട്, രണ്ടടി കൊടുക്കുന്നുണ്ട്, ഇനി കൂടുതൽ അടിയും ആ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ മാതാപിതാക്കളുടെ സ്ഥാനമാണ് ഉസ്താദുമാർക്ക് എന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അനലക്കും മിസുൽ വാലിദി വവലദിഹി, ഞാൻ നിങ്ങൾക്ക് ഒരു ബാപ്പയും മക്കളെ പോലെയുമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഉസ്താദുമാർ ഒരു ഉപ്പന്റെ സ്ഥാനത്താണ്. ആ ഉപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കുട്ടികൾക്ക് നന്മ പഠിപ്പിക്കുന്നത്. ആ കുട്ടിക്ക് നിസ്കാരം പഠിപ്പിക്കുമ്പോ, ആ കുട്ടിക്ക് ദീനിയായ കാര്യം പഠിപ്പിക്കുമ്പോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ 1-2 അടി കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ ബേജാറാകാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ ഔലാദക്കും ബിസ്സലാ ഇദാ ബലഗ 7 സിനീന, 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും മറ്റുള്ള ദീനീ കാര്യം നിങ്ങൾ കൽപ്പിക്കുക. 7 വയസ്സായാൽ 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ദീനിയായ കാര്യം ചെയ്തില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അടി കൊടുക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദൗത്യം രക്ഷിതാക്കളാണ് ചെയ്യേണ്ടത്. പക്ഷേ രക്ഷിതാക്കൾ കൈപിടിച്ച് ഉസ്താദിനോട് ഏൽപ്പിക്കുമ്പോ ആ രക്ഷിതാക്കളുടെ ദൗത്യം ഉസ്താദ് നിറവേറ്റുകയാണ്. ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി പറയുകയാണ്, ഉസ്താദ് നോമ്പുടിക്കാൻ വേണ്ടി പറയുകയാണ്, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുമ്പോ 1-2 അടി കൊടുത്തതിന്റെ പേരില് രക്ഷിതാക്കളെ നിങ്ങൾ അപമാനിക്കരുത്, നിങ്ങൾ അതിനെ നിസ്സാരപ്പെടുത്തരുത്, അതിനെതിരെ നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ പഠിപ്പിച്ചത് എന്താണ്? ലാ തഹ്സൻ അല സിബ്യാനി ഉൻദുരിബു അൽറബു യഫ്നി വയബ്ഖൽ ഇൽമു വൽ അദബു. കുട്ടിക്ക് അടിച്ചാൽ രക്ഷിതാക്കളെ നിങ്ങൾ ടെൻഷൻ ആക്കരുത്. കാരണം അടി എന്നുള്ളത് അത് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് മാഞ്ഞു പോകുന്നതാണ്. പക്ഷേ ആ അടിന്റെ കാരണം കൊണ്ട് കുട്ടികൾ ഇൽമു പഠിച്ചാൽ, അദബ് പഠിച്ചാൽ ഇൽമും അദമും അതാണ് ബാക്കിയാകുന്നത്. അപ്പൊ 1-2 അടി കിട്ടിയതിന്റെ പേരിൽ ടെൻഷൻ ആകണ്ട. അടി എന്നുള്ളത് ആ കുട്ടികൾക്ക് അത് ഉപകാരം കിട്ടും. ആ അടിച്ചതിന്റെ പേരിൽ പേടിച്ച് കുട്ടികൾ നോട്ട്സ് എഴുതിയാൽ, അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ളാക്കിയാൽ, അല്ലെങ്കിൽ പാഠങ്ങൾ പഠിച്ചാൽ ആ ഇൽമു ആ കുട്ടിയെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകും. മഹാന്മാർ പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഉസ്താദുമാരെ കൈകാര്യം ചെയ്താൽ, ഉസ്താദുമാരെ ആക്ഷേപിച്ചാൽ, ഉസ്താദുമാർക്ക് വേണ്ടുന്ന ശമ്പളം കൊടുക്കാതെ അവരെ ഒരു സെക്കൻഡ് നമ്പറായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടോ. ലൗലൽ മുഅല്ലിമു, ഇവിടെ പഠിപ്പിക്കുന്ന മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ കാനന്നാസു കുല്ലുഹും ശിബ്ഹൽ ബഹായിമ, ജനങ്ങളൊക്കെയും മൃഗതുല്യരാകും. ലാ ഇൽമ വലാ അദബ, ഇൽമില്ലാത്ത സംസ്കാരമില്ലാത്ത മൃഗങ്ങളെ പോലെ ജനങ്ങളായി മാറും. അതുകൊണ്ട് മുഅല്ലിമീങ്ങളെ ഇവിടെ പോറ്റേണ്ടത്, മുഅല്ലിമീങ്ങളെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ സുന്നി സംഘവും അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും അതുപോലെ തന്നെ മറ്റുള്ള സുന്നി നേതാക്കന്മാരുമാണ്. അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവരാരും ആക്രമിക്കരുത്, അവർക്കെതിരെ തിരിയരുത്, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തരുത്. കാരണം അവർ അമ്പിയാക്കന്മാരുടെ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്, ദീന് പഠിപ്പിക്കാനുള്ള ദൗത്യമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. ചുരുങ്ങിയ ശമ്പളം 10,000-11,000 ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള ഉസ്താദുമാരാണ്. അവർക്ക് എന്തു പണിയെടുക്കാനും കഴിയും, ഗൾഫിൽ പോകാനും കഴിയും, ഏത് കച്ചവടം ചെയ്യാനും അവർ കഴിയും. പക്ഷേ അവർ 8 കൊല്ലവും 10 കൊല്ലവും 12 കൊല്ലവും അവർ ദർസും പഠിച്ചു, കോളേജും പഠിച്ച് ഇവിടെ രംഗത്തേക്ക് ഇറങ്ങിയത് അവർക്ക് അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ട ഇൽമു എന്നുള്ള ആ ഒരു ദൗത്യം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം എന്നുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ചുരുങ്ങിയ ശമ്പളത്തിന് വേണ്ടി അവർ പണിയെടുക്കുന്നത്. അവരാരും ആക്ഷേപിക്കരുത്, അപകടകരമാണ്. പ്രത്യേകിച്ചിട്ടും പറയാനുള്ളത്, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഒരാൾക്ക് ഒരു ഉസ്താദ്
ആക്രമിക്കപ്പെട്ട ഒരു ഉസ്താദ്, വെറും ആക്രമിക്കപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ശപിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ കൈ ഉയർത്തി ആ ആക്രമിച്ച ആളുകൾക്ക് ദ്വാരന്ന് കഴിഞ്ഞാൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ ഓർക്കണം, ആ ശാപം വലിക്കുമെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് വളരെയേറെ പേടിക്കപ്പെടേണ്ടതാണ് ഈ വിഷയം. ഞാൻ വളരെയേറെ ഗൗരവത്തിൽ പറയുന്നു. അതുകൊണ്ട് ഫാറൂഖ് സഖാഫി ഉസ്താദ് കണ്ണങ്കാറ് അദ്ദേഹത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടല്ല ചെയ്തത്, ഇസ്സത്ത് കൂടിയതാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം അവർ ചീത്ത പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞില്ല. അദ്ദേഹം അടിച്ചപ്പോൾ വീണ്ടും വീണ്ടും അടിച്ചപ്പോൾ ഒരൊറ്റ വിരൽ പോലും അവർക്കെതിരെ ഉയർത്തിയില്ല എന്നുള്ളതാണ്. അതാണ് ഖുദിൽ അഫ്വ, മാപ്പ് ചെയ്തോളൂ, വഅ്മുർ ബിൽ മഅറൂഫ, എന്നിട്ട് നല്ലത് കൽപ്പിച്ചോളൂ, വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ പിന്തിരിഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ ഒരു ആശയം ബഹുമാനപ്പെട്ട ഫാറൂഖ് സഖാഫി ഉസ്താദ് നടപ്പിലാക്കി. അതുകൊണ്ട് എവിടെ കിട്ടിയാലും അദ്ദേഹത്തിന്റെ കൈ ചുംബിച്ച് ഞാൻ നെറ്റിത്തടം ചുംബിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനെയാണ് ആദരിക്കപ്പെടേണ്ടത്, അദ്ദേഹത്തിനാണ് സന്മാനം നൽകപ്പെടേണ്ടത്. അല്ലാഹു തആല അദ്ദേഹത്തിനെ മാതൃകയാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.